അങ്ങനെ ആഫ്റ്റർ എ വെരി വെരി ലോങ് ടൈം ഞങ്ങൾ രണ്ടുപേരും കൂടി ഇന്നൊരു ട്രിപ്പ് പോവാണ്. സോറി, രണ്ടുപേരല്ല, 3 പേര്. സോ യാർ ബേബി ജനിച്ചതിന് ശേഷം അവളെയും കൊണ്ട് ഞങ്ങൾ ഒറ്റയ്ക്ക് പോകുന്ന ഫസ്റ്റ് ട്രിപ്പാണ് കേട്ടോ ഇത്. മുന്നേ ഫാമിലീസിൻ്റെ കൂടെയും റിലേറ്റീവ്സിൻ്റെ കൂടെയും ഈവൻ ഗൾഫിൽ പോയപ്പോഴടക്കം എൻ്റെ കൂടെ ഹെൽപ്പിന് ആരെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവളെയും കൊണ്ട് ഒറ്റയ്ക്ക് പോകുമ്പോഴൊരു ബുദ്ധിമുട്ട് ആലോചിച്ചിട്ടാണ് ഞങ്ങൾ ഇതുവരെ അതിന് നിൽക്കഴിഞ്ഞത്. ബട്ട് ഇതത്ര വലിയ ട്രിപ്പൊന്നും അല്ല കേട്ടോ, ജസ്റ്റ് ഒരു 1 ഡേ സ്റ്റേക്കേഷൻ അറ്റ് കൊടൈക്കനാൽ. പക്ഷെ നമുക്ക് ഡെസ്റ്റിനേഷൻ അല്ലല്ലോ ഇമ്പോർട്ടൻ്റ്, ഇതെല്ലാം നമുക്ക് ലൈഫിൽ ഒരിക്കൽ മാത്രം കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് അല്ലേ. ജസ്റ്റ് ക്രിയേറ്റിംഗ് ദ മെമ്മറീസ് ആൻഡ് ഡോക്യുമെൻറ്റിങ് ഇറ്റ്. അങ്ങനെ പറഞ്ഞ് സമയം പോയത് അറിഞ്ഞില്ല അല്ലേ. അപ്പോൾ ഞങ്ങൾക്ക് റിസോർട്ടിൽ ചെക്ക് ഇൻ ടൈം ഉണ്ടായിരുന്നത് 3 മണിക്കാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ രാവിലെ ഒരു 6:30-7 മണിക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. നൈറ്റ് ബേബിനോട് ട്രാവൽ ചെയ്യുന്നത് സേഫ് അല്ല എന്ന് വെച്ചിട്ടും കൂടിയാണ് ഈ ഒരു ടൈം ചൂസ് ചെയ്തത്. അങ്ങനെ ഏകദേശം ഒരു പളനിയൊക്കെ എത്താനായപ്പോഴാണ് കേട്ടോ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നിർത്തിയത്. യാറ ബേബിനോണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറിയ ഒരുപാട് ടൈം അവിടെ പോവും. അതുകൊണ്ട് ആ ഒരു ടൈമൊക്കെ മുന്നേ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഏകദേശം ചുരം കയറാനായി. അപ്പോൾ റോഡ് സൈഡിൽ കണ്ട ഓരോ കരിക്കൊക്കെ വാങ്ങി കുടിച്ച് മെല്ലെ കയറി തുടങ്ങുകയാണ് കേട്ടോ. യാത്രകൾ ഒരുപാട് പോകുന്നുണ്ടെങ്കിലും നമ്മൾ ആ ഒരു കംഫർട്ട് സ്പേസിൽ പോകുന്ന ആ ഒരു യാത്രകൾക്ക് ഒരു പ്രത്യേക ഭംഗിയാണ് അല്ലേ. അങ്ങനെ ഏകദേശം ടോപ്പ് എത്തുന്നതിൻ്റെ മുമ്പ് നമുക്കൊരു വാട്ടർഫോൾ കാണാൻ പറ്റും കേട്ടോ. സിൽവർ കസാക്കേറ്റ് വാട്ടർഫോൾ എന്നാണ് അതിൻ്റെ പേര്. അതിൻ്റെ സൈഡിലെല്ലാമായിട്ട് കുറേ സ്ട്രീറ്റ് ഷോപ്പിങ്ങും സ്ട്രീറ്റ് ഫുഡുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടുന്ന് ഒരു സ്പൈറൽ പൊട്ടാറ്റോയും വാങ്ങി ഞങ്ങൾ വാട്ടർഫോൾ കാണാൻ നടക്കുകയാണ്. ഈ വാട്ടർഫോളിന് വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട് കേട്ടോ. യാറ ബേബിയോളെ ലൈഫിൽ കാണുന്ന ഫസ്റ്റ് വാട്ടർഫോളാണിത്. ചുരം കയറി വരുന്ന ടൈമിലെല്ലാം മങ്കിനെ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് യാറ ബേബിനെ കുറേ നേരം പുറത്ത് നോക്കി നിർത്തിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ ആ ടൈമിലൊന്നും ഒറ്റ മങ്കിനെ കാണാൻ പറ്റിയില്ല. പക്ഷെ ഇപ്പോൾ ഈ വാട്ടർഫോളിൻ്റെ അവിടെ നിന്ന് നമുക്കൊരു മങ്കിനെ ആദ്യമായിട്ട് അടുത്തുനിന്ന് കാണാൻ പറ്റിയിട്ടോ. അങ്ങനെ ബോർഡർ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ കൊടൈക്കനാൽ എത്തി. ഇവിടെ പൂമ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങൾ സ്റ്റേ ഉള്ളത്. അപ്പോൾ അങ്ങോട്ട് പോകുന്നതിൻ്റെ മുമ്പ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറിയതാണ്. അപ്പോൾ ഫുഡ് കഴിച്ച് ബാക്കി സ്റ്റേയിലേക്ക് പോകുന്ന വിശേഷങ്ങളും റിസോർട്ടിൻ്റെ വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ എന്തായാലും കാണിക്കണമായിരിക്കും. അപ്പോൾ ഈ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ നിങ്ങൾ അതും കൂടി കാണാം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.